ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ നീണ്ടാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പള്ളിയിൽ ഞായറാഴ്ച പെരുന്നാളാണ്. അപ്പം ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ശനിയാഴ്ച ഞങ്ങൾക്ക് വേറൊരു 30 പൂജയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് അവിടെ പോയതിന് ശേഷമാണ് ഞങ്ങൾ കുഞ്ഞാടെ വീട്ടിലോട്ട് പോയത്. അവിടെ എല്ലാവരും കുഞ്ഞയും പ്രിയയും പ്രിൻസിയും എല്ലാവരും അവിടെ പള്ളിയിലുണ്ടാവും. അപ്പം പപ്പ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ 2 ബസ് മാറി കയറണം നീണ്ടകലോട്ട് പോകാനായിട്ട്. സോ അപ്പോൾ ഞങ്ങൾ മാതാ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. പൊന്നൂസിന് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഇനി കാറിലൊക്കെ യാത്ര ചെയ്യുന്ന കാരണം ബസ്സിൽ പോകുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെന്താ, കുറച്ച് കസരത്തുകളൊക്കെ ബസ്സിനകത്തിരുന്ന് കാണിക്കും, അതേ ഉള്ളൂ ആകെ ഒരു ടെൻഷൻ. ചില സമയത്ത് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ബസ്സിനകത്ത് ഇറക്കി നിർത്തി ഡാൻസ് കളിക്കണമെന്ന് പറയും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആൾ പ്രശ്നമൊന്നുമില്ല വലിയ. ഞങ്ങൾക്ക് എന്തായാലും കറക്റ്റ് സമയത്ത് പൂജയ്ക്ക് എത്താനായിട്ട് പറ്റി. കുറച്ച് നേരം ഞങ്ങൾ അകത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം പൊന്നൂസിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, കാരണം നല്ല ആളുണ്ടായിരുന്നു. അപ്പം അവൾക്കൊരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നല്ല ചൂടുണ്ടായിരുന്നു. നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ വെയിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നല്ല ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും മോൾക്ക് വന്നത്. പ്രത്യേകിച്ച് പൊന്നൂസിനെ ഇട്ട് കൊടുത്ത ഡ്രസ്സും അങ്ങനത്തേതായിപ്പോയി. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. ഞാനും പ്രിൻസിയും നേരത്തെ വണ്ടിയിൽ ഇങ്ങ് വന്നു. മമ്മിയൊക്കെ തിരിച്ച് ഹോട്ടലിൽ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പൊന്നൂസിനെ കൊണ്ട് വെയിലത്ത് വണ്ടിയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുമായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ വേറെ 2 പേരും കൂടി കാണുന്നുണ്ടാവും. അത് വേറെ ആരുമല്ല, അത് കുഞ്ഞിയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന കേട്ടോ. പക്ഷെ അവളും എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ്. നല്ല സ്നേഹമുള്ളൊരു കൊച്ചാണ്. ചിന്നു എന്നുള്ള പേര്. പിന്നെ പൊന്നൂസിന് കളിക്കാൻ ഒരാളുണ്ടായിരുന്നു അവിടെ. ചിന്നുവിൻ്റെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോനാണത്. ജിജോയെ കൊണ്ട് തോറ്റ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കുഞ്ഞിയുടെ വീട്ടിൽ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ വല്യമ്മച്ചിയുടെ അങ്ങോട്ട് പോയത്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, വലിയ ഡിസ്റ്റൻസ് ഇല്ല അവരുടെ വീട്ടിൽ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ക്ഷീണമൊക്കെ തീർത്തതിന് ശേഷമാണ് മാമനെയും വല്യമ്മച്ചി അപ്പച്ചനെയും കാണാനായിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊന്നൂസ് ഒരു സമയം റെസ്റ്റ് എടുത്തിരിക്കത്തില്ല. ഫുൾ ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരിക്കും. വെളിയിലുള്ള കളിയും ചിരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പൊന്നൂസിനെ അകത്ത് കയറ്റി. ഞങ്ങളും ആകെ ടയേർഡായപ്പോൾ പിന്നെ പൊന്നൂസിനെ അകത്ത് കയറ്റി സ്ഥിരം ചെയ്യുന്ന പരിപാടി, പാട്ടിട്ട് കൊടുത്ത് അവിടെ ഇരുത്തി. പാട്ട് കേട്ട് അവളും ഡാൻസും പാട്ടും ഒക്കെ തന്നെ ആയിരുന്നു അവിടെ. പിന്നെ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെ, പൊന്നൂസിനെ കണ്ടപ്പോൾ മാമൻ പോയി കുറേ ഐസ്ക്രീമും മുട്ടായി അതും ഇതൊക്കെ മേടിച്ചിട്ട് വന്ന്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അപ്പം പിന്നെ അതും കഴിച്ചിരുന്നാലും ആൾ അടങ്ങിയ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന്. പൊന്നൂസിന് പിന്നെ പ്രിയയെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം അങ്ങോട്ട്. അവൾക്ക് എന്ത് കിട്ടിയാലും അവൾക്ക് കൊണ്ട് കൊടുക്കും. ഇത് തന്നെ എപ്പോഴും നടക്കുന്നത്. അവൾക്ക് അതെനിക്ക് തന്നെ. പൊന്നൂസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹപ്രകടനമാണ് ഇവിടെ കാണുന്നത്. അവർ രണ്ടുപേരും പിന്നെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാരെയും വേണ്ട അവർക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വീഡിയോ ഞാൻ എടുത്തോളൂ. ഇനി നാളെ പള്ളിയിൽ പെരുന്നാളിന് പോകുന്ന വീഡിയോസാണ് ആഡ് ചെയ്തേക്കുന്നത്. കാരണം ഒരുപാട് വീഡിയോസ് ശനിയാഴ്ച എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പെരുന്നാളിന് അവിടെ എത്തിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ശനിയാഴ്ച എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത് ഞായറാഴ്ചത്തെ പെരുന്നാളിൻ്റെ വീഡിയോസാണ് ബാക്കി കാണുന്നത്. അങ്ങനെ ഒരുപാടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒന്നിച്ച് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം കൊടിയിറക്ക് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വല്യമ്മച്ചിക്ക് അപ്പച്ചനും വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പച്ചനിപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിലുള്ളത് കാരണം അപ്പച്ചനെ ഇട്ടിട്ട്, പ്രത്യേകിച്ച് 2 കാലും കൂടി ആയത് കാരണം അപ്പച്ചനെ ഇട്ടിട്ട് അങ്ങനെ വല്യമ്മച്ചിക്കും വരാൻ പറ്റില്ലല്ലോ. സോ അപ്പം അവർ രണ്ടുപേരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നൂസിനെ ആ സമയത്ത് ഞാൻ കണ്ടത് പോലും ഇല്ലായിരുന്നു. കാരണം പൊന്നൂസ് എൻ്റെ അടുത്തും മമ്മിയുടെ അടുത്തും പൊന്നൂസ് വന്നിട്ടേ ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ കുഞ്ഞാടെ കയ്യിരിക്കും, പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ചിന്നുവും ചിൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ അപ്പം അവരാണ് ഫുൾ പൊന്നൂസിനെ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തത്. പൊന്നൂസിനും അവർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പം റീസെൻ്റായിട്ട് ഏതൊരു ഫിലിം ആക്ട്രസ് ഈ നീണ്ടകര നാടിനെക്കുറിച്ച് ഒരു പുച്ഛത്തോടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കൊല്ലം ജില്ല എത്തിയെന്ന് അറിയണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ നാട്ടിലെ സ്മെല്ലടിക്കുമ്പോൾ അറിയാൻ പറ്റും കൊല്ലം എത്തി എന്നുള്ളത്. ആ സ്ഥലം വേറൊന്നുമല്ല, നീണ്ടകര തന്നെയാണ്. നീണ്ടകര ഹാർബറാണ് ഉദ്ദേശിച്ചത് എനിക്കെന്നല്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഒരുപാട് ട്രോൾ അവരുടെ പേരിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ആ നാട് എന്താണെന്നും നാട്ടുകാരെന്താണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും സ്നേഹമുള്ള മനുഷ്യരാണ് നാട്ടിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നീണ്ടകര എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവരെ കാണുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് തോന്നത്തില്ല.
ആ ലെവലിൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യും. അത്രയും സ്നേഹത്തോടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഹെൽപ്പിനാണെങ്കിലും ഒക്കെ. ഇപ്പോൾ പൊന്നൂസിനെ ആണെങ്കിൽ പോലും ഇവർ നോക്കിയതെന്ന് കാണുമ്പോൾ എനിക്കുള്ള നല്ല സന്തോഷം തോന്നിയായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴും അങ്ങനെ വരുന്ന ആൾക്കാരല്ല. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ വന്നാൽ തന്നെയും ചിലപ്പോൾ പെട്ടെന്ന് കുഞ്ഞാടെ വീട്ടിൽ അല്ലെങ്കിൽ മാമൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അപ്പോഴേ തിരിച്ചു പോകും. ഇവർ അങ്ങനെ എപ്പോഴും കാണുന്ന കൂട്ടത്തിലും അല്ല. പക്ഷേ അവരെൻ്റെ മോളെ ട്രീറ്റ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് സത്യങ്ങൾ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. അത്രയും നല്ല നാട്ടുകാരും അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ കൊച്ചിലെ എനിക്ക് എൻ്റെ പപ്പായുടെ അമ്മയുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം നീണ്ടാരെ പോകുന്നതായിരുന്നു. എന്തെങ്കിലും വെക്കേഷനോ അല്ലെങ്കിൽ കുഞ്ഞ് എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളുടെ കൊച്ചിലത്തെ, അതായത് കല്യാണത്തിനൊക്കെ മുമ്പ് എപ്പോഴാണെങ്കിലും കുഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും. കുഞ്ഞിക്ക് നിനക്ക് എല്ലാവരും കൂടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് പൊന്നൂസിന് എപ്പോഴും. അവളിപ്പം ആകെ പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് നീണ്ടാരെയാണ്. ഇപ്പം കടവൂരെന്നോ അല്ലെങ്കിൽ വർക്കലയെന്നോ ഒന്നും പൊന്നൂസ് പറയാറില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടാരെ പോവാം എന്നുള്ളൊരു മൈൻഡാണ് പൊന്നൂസിന് ഉള്ളത്. കാരണം അവരെല്ലാവരും പൊന്നൂസിനെ അങ്ങനെയാണ് നോക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ, അവിടെ നീണ്ടാറിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പൊന്നൂസ് എൻ്റെ അടുത്ത് വരുത്തതേ ഇല്ല, ഒട്ടും വരത്തില്ല. ഫുൾ ടൈം അവരുടെ കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പം പൊന്നൂസിന് കളിക്കാനൊരു അച്ഛനെയും കൂടി കിട്ടിയപ്പം പൊന്നൂസ് പിന്നെ ഫുൾ അവരുടെ കൂടെ തന്നെ ആയിരുന്നു. ആ കുട്ടിയുടെ കൂടെയൊക്കെ ഭയങ്കര കളിയായിരുന്നു. ആ മോൻ പോകുന്നത് കാണുമ്പോൾ തന്നെ പൊന്നൂസിന് ഭയങ്കര വിഷമമായിരുന്നു. നീണ്ടാരെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കുഞ്ഞാടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് അപ്പച്ചനും അമ്മച്ചിൻ്റെ വീട്ടിലോട്ടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടോട്ടാണ് ട്രിപ്പ് അടിക്കുന്നത് ഓരോ പ്രാവശ്യവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത്. ഇവിടെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ ഈ നാട്ടിലൊരു, എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. കാരണം ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നും. ഞാനിവിടെ കടവൂരും വർക്കലയിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നീണ്ടാരിൽ എപ്പോഴും വൈകുന്നേരം സമയമാകുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് മസ്റ്റാണ്, ഇതുപോലെ എന്തെങ്കിലും. അപ്പം ഞാനും ഫ്രണ്ട്സിനും കൂടി പോയി സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്ന് കഴിച്ചതിന് ശേഷം ലിംസിയുടെ അപ്പച്ചൻ്റെ അടുത്താണ് ഞങ്ങളിന്ന് പോയത്. കാരണം ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് വരാൻ വേണ്ടി നിന്നെയായിരുന്നു. അപ്പം കുറച്ച് നേരം അവരുടെ കൂടെ ഒക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേനും അവിടെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രാത്രി പിന്നെ ഫുഡിനെ വെളിയിൽ നിന്ന് മേടിച്ചത്. എല്ലാവർക്കും കുഴിമന്തി മതി എന്ന് പറഞ്ഞ കാരണം വെളിയിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്. കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഭയങ്കര മഴയായിരുന്നു. സോ അതുകൊണ്ട് പ്രിയ ഞങ്ങളുടെ കൂടെ വന്നത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് പ്രിയയുടെ വീട്ടിലോട്ട് അവളെ ഇറക്കി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോയത്. കാരണം മഴയായത് കാരണം പ്രിൻസിക്ക് പിന്നെ 2 വീലറിൽ കൊണ്ടുപോകാൻ പാടായിരുന്നു. സോ അപ്പം പ്രിയ ഇറക്കി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഓട്ടോയിലായിരുന്നു പോയത്. നല്ല മഴയായിരുന്നു. പിന്നെ പൊന്നൂസ് നല്ല ഉറക്കമായത് കാരണം ആളറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹളവും കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയും വീഡിയോ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ദെൻ ബൈ.